Hello guys, RRB NTPC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നമുക്കൊരു മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയാവുന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ് പറയാനുള്ളത്. സോ ഈ കഴിഞ്ഞ നടന്ന സൈക്കിളിലെ RRB NTPC എക്സാമിൻ്റെ രണ്ടാമത്തെ CBTയുടെ അതായത് CBT 2വിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒക്ടോബർ 13 ആയിരുന്നു NTPCയുടെ രണ്ടാമത്തെ സ്റ്റേജ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ അതിന് മുൻപ് സെപ്റ്റംബർ 10 ആയപ്പോഴേക്കും CBT 1ൻ്റെ റിസൾട്ട് വന്നു. ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ രണ്ടാമത്തെ എക്സാം നടക്കുകയും ചെയ്തു. അതിനുശേഷം ഡിസംബർ ആയപ്പോഴേക്കും അതിൻ്റെ റിസൾട്ടും വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ റെയിൽവേ ജോലി എന്ന് പറയുന്ന സ്വപ്നം കുറച്ചും കൂടി അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ റെയിൽവേ എക്സാംസ് ഒന്നും പഴയതുപോലെയല്ല. 2-3 വർഷം കൂടുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് 2-3 വർഷം പോലെ നടന്ന് നിങ്ങളുടെ ഫുൾ റിക്രൂട്ട്മെൻറ്റ് പൂർത്തിയാക്കി അത്രയും സ്ലോ ആയിട്ടൊന്നുമല്ല ഇപ്പം റെയിൽവേ എക്സാംസ് നടക്കുന്നത്. റെയിൽവേ എക്സാംസ് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ തെളിവാണ് ഇങ്ങനെ ഓരോ മന്ത് ഡിഫറൻസിൽ നമുക്ക് ഓരോ എക്സാമിൻ്റെ സ്റ്റേജസ് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് RRB NTPCയുടെ CBT 2വിൻ്റെ റിസൾട്ട്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ ആദ്യം തന്നെ ഈ റിസൾട്ട് ഇപ്പം ഡിസംബർ 15, 2025 വന്നതേ ഉള്ളൂ. 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1,00,000-ൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് ആക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാലോ RRBയുടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് പല റീജിയൻസിലേക്കാണ്. അപ്പോൾ റിസൾട്ടിൻ്റെ PDF-ഉം പല റീജിയൻസിൻ്റെ PDF ആയിട്ടാണ് വന്നിരിക്കുന്നത്. അജ്മീർ, ട്രിവാൻഡ്രം, ചെന്നൈ എന്നൊക്കെ പറയുന്ന പല PDF-കളാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് സോണിലാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഏത് സോണിലാണോ പരീക്ഷ എഴുതിയിരിക്കുന്നത്, അതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ റിസൾട്ടും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്, ഞാൻ എല്ലാ സോൺസും എടുത്ത് അനലൈസ് ചെയ്യുന്നില്ല, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയെന്ന് തോന്നുന്ന ചെന്നൈയും ട്രിവാൻഡ്രവും മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നത്. പക്ഷേ ബാക്കിയെല്ലാം ഏകദേശം സിമിലർ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു റിസൾട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് എത്ര പേരാണ് ഈ എക്സാമിന് അപേക്ഷിച്ചത്, അല്ലെങ്കിൽ എത്ര പേരാണ് CBT 2വിന് അപ്പിയർ ചെയ്തത് എന്നൊക്കെ നമുക്ക് നോക്കാം. സോ നിങ്ങൾക്കറിയാം അല്ലേ, അത്യാവശ്യം നല്ല രീതിയിലാണ് സാധാരണ RRB NTPCയുടെ വേക്കൻസീസ് വരുന്നത്. കഴിഞ്ഞ തവണത്തെ സൈക്കിളിൽ വന്ന വേക്കൻസീസിൽ ഏകദേശം 8,100 സംതിങ് വേക്കൻസി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ RRB NTPC എക്സാം 2 സ്റ്റേജസിലായിട്ടാണ് നടത്തപ്പെടുന്നത്, CBT 1ഉം CBT 2ഉം. അതിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന പോസ്റ്റ് ഏതാണോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ നെക്സ്റ്റ് ലെവൽ തീരുമാനിക്കപ്പെടുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ CBAT എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന മറ്റൊരു എക്സാം എഴുതണം. അതേസമയം നിങ്ങളൊരു ക്ലറിക്കൽ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്തത്, നിങ്ങൾ അത് ക്ലിയർ ചെയ്തു, അതിൻ്റെ എലിജിബിലിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റാണ് ഉണ്ടാവുക. എന്നാൽ ചില പോസ്റ്റുകൾക്ക് യാതൊരു ടെസ്റ്റും ഇല്ലാതെ ഡയറക്റ്റ്ലി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും വിളിക്കുന്ന പോസ്റ്റുകളുമുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഈ പറയുന്ന റിസൾട്ട് വന്ന എക്സാം എഴുതാനായിട്ട് ഏകദേശം 1,01,931 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 8,113 വേക്കൻസീസ് ആയിരുന്നു ഈ കഴിഞ്ഞ സൈക്കിളിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ 2 ലെവലുകളിലേക്കുള്ള എക്സാമാണ് RRB NTPC എന്ന് പറയുന്നത്. അത് +2 ലെവൽ പോസ്റ്റുകളും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളും വരുന്നുണ്ട്. സോ ഇതിൽ നിങ്ങളുടെ പേരുണ്ട് എന്നുണ്ടെങ്കിൽ, പേരല്ല നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക്, അതായത് നിങ്ങൾ CBATക്ക് എലിജിബിൾ ആണോ അതോ നിങ്ങൾ ടൈപ്പിംഗ് ടെസ്റ്റിന് എലിജിബിൾ ആണോ എന്ന് ആ PDF-ൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിസൾട്ടുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത സോൺ അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക. അവിടെ റിസൾട്ടിൻ്റെ PDF വരും. അതിൽ ടോട്ടൽ നമ്പർ ഓഫ് എത്ര കാൻഡിഡേറ്റ്സ് ക്ലിയർ ചെയ്തു എന്നതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് Ctrl+F കൊടുത്ത് ആ ഡോക്യുമെൻറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ RRB ചെന്നൈയുടെയും RRB ട്രിവാൻഡ്രത്തിൻ്റെയും റിസൾട്ട് ജസ്റ്റ് ആ മൊത്തം PDF കാണിക്കുന്നില്ല. സോ അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന പ്രകാരം RRB ചെന്നൈ റീജിയനിൽ 2,466 കാൻഡിഡേറ്റ്സ് അടുത്ത സ്റ്റേജിലേക്ക് എലിജിബിൾ ആയി എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ
റിസൾട്ട് ഇത് അതെ കറക്റ്റാണ്. ചെന്നൈയിലേക്ക് 2466 കാൻഡിഡേറ്റ്സ് എലിജിബിളായി. ഇനി നിങ്ങൾ ട്രിവാൻഡ്രം സോണിലാണ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളിൽ അവിടെ 310 കാൻഡിഡേറ്റ്സ് ആണ് ഇവിടെ എലിജിബിൾ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്പർ ഓഫ് എലിജിബിൾ കാൻഡിഡേറ്റ്സ് ആണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക കട്ട് ഓഫ് എത്രയായിരിക്കും എന്നായിരിക്കും അല്ലേ. സോ സാധാരണ വരുന്ന കട്ട് ഓഫ് തന്നെയാണോ, കട്ട് ഓഫിൽ എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടോ, കാറ്റഗറീസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും. സോ അതുകൂടി നമുക്ക് ഇവിടെ നോക്കാം. സോ സാധാരണ നമ്മൾ കട്ട് ഓഫ് പറയുന്നത് റീജിയൻ അനുസരിച്ചിട്ടാണ്. അതായത് ഇപ്പം ട്രിവാൻഡ്രം റീജിയനിൽ വരുന്ന കട്ട് ഓഫ് ആയിരിക്കില്ല ചെന്നൈ റീജിയനിൽ വരിക, അതായിരിക്കില്ല ഇവിടെ അജ്മീറിൻ്റെ റീജിയനിൽ വരുന്നത്. സോ ഇത് ഓരോന്നും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ വരുന്നത് നിങ്ങളുടെ കാറ്റഗറീസ് ആണ്. നിങ്ങൾ ഏത് കാറ്റഗറിയെ റെപ്രസെൻറ്റ് ചെയ്താണ് എക്സാം എഴുതുന്നത്. ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വരുന്നത് അൺറിസർവ്ഡ് ആയിട്ടുള്ള ജനറൽ കാറ്റഗറിക്കാണ്. അതേസമയം നിങ്ങൾ OBC ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇത്തിരി ലോവർ കട്ട് ഓഫ് ആയിരിക്കും. SC STയിൽ പെടുന്ന ആളാണെങ്കിൽ കുറച്ചും കൂടെ താഴ്ന്നുള്ള കട്ട് ഓഫ് ആയിരിക്കും. അതിനുശേഷം EWS എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് വേറൊരു കട്ട് ഓഫ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കട്ട് ഓഫ് ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ അതൊന്ന് എൻലാർജ് ചെയ്ത് കാണിച്ചു തരാം. അൺറിസർവ്ഡ് കാറ്റഗറിക്ക് ഇവിടെ 77.5 ആണ് നമുക്ക് കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ചെന്നൈ റീജിയൻ്റെ കട്ട് ഓഫ് ആണ്. ഇനി ട്രിവാൻഡ്രം റീജിയൻ്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ അവിടെ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 73.7 ആണ് കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓൾറെഡി എക്സാം എഴുതിയവർക്ക് അറിയാമായിരിക്കും ഇത് എത്ര മാർക്സിലാണ് ഈ ഒരു ടോട്ടൽ എക്സാം വരുന്നതെന്നൊക്കെ. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ RRB NTPC എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. സോ CBT 1 വരുന്നത് 100 മാർക്കിനാണ്. അത് ക്ലിയർ ചെയ്തിട്ടാണ് നിങ്ങൾ CBT 2വിലേക്ക് വരുന്നത്. CBT 2 എന്ന് പറയുന്നത് 120 മാർക്കിൻ്റെ എക്സാമിനേഷനാണ്. അതിൽ നമുക്ക് 3 സബ്ജക്റ്റുകൾ മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ടേ വരുന്നില്ല. മാത്സും റീസണിങ്ങും ജനറൽ അവയർനെസ്സും മാത്രമേ വരുന്നുള്ളൂ. CBT 1ലും CBT 2വിലും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ജനറൽ അവയർനെസ്സിനാണ്. CBT 1ൽ നിങ്ങൾക്ക് അവിടെ 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, CBT 2ൽ 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ 120 മാർക്ക് ഔട്ട് ഓഫ് 120ലാണ് ഇവിടെ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് ട്രിവാൻഡ്രത്തിലും ചെന്നൈയിലും 77ഉം 73യും നമ്മുടെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. മനസ്സിലായോ? ഇനി അത് ബാക്കിയുള്ള കാറ്റഗറീസിലേക്ക് പോകുമ്പോൾ അത് താഴ്ന്നു വരുന്നത് നിങ്ങൾക്ക് കാണാം. SC STക്കാണ് വീണ്ടും താഴ്ന്നു വരുന്നത്. അത് 61.9ഉം 60.47ഉം ആണ്. OBC കാറ്റഗറിക്ക് ഇവിടെ 70.5 ഉണ്ട്. EWS ആണെങ്കിൽ 63.7 ആണ് വരുന്നത്. ഇനി ചെന്നൈയിൽ വരുന്ന ബാക്കിയുള്ള കട്ട് ഓഫ് ഡീറ്റെയിൽസും കൂടെ നോക്കാം. അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 77.5, SC STക്ക് 72.86, SCക്ക് 66.07, OBCക്ക് 77.28. ഇങ്ങനെയാണ് കട്ട് ഓഫിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ എനിക്കറിയില്ല, നിങ്ങൾക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷത്തെയൊക്കെ കട്ട് ഓഫ് വെച്ചിട്ട് ഇവിടെ നമുക്ക് എന്ത് റിസൾട്ടാണ് പറയാൻ പറ്റുകയെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ CBT 2വിൻ്റെ കഴിഞ്ഞ സൈക്കിളിലെ കട്ട് ഓഫ് 65.33 ആയിരുന്നു. 65.33 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ 77 വെച്ച് നോക്കുമ്പം ഡെഫിനറ്റ്ലി ഇത് ലോവർ കട്ട് ഓഫ് ആണ്. അപ്പോൾ ചെന്നൈ റീജിയനിൽ കഴിഞ്ഞ വർഷത്തേനേക്കാളും കട്ട് ഓഫ് ഇവിടെ കൂടിയിട്ടുണ്ട്. സോ അൺറിസർവ്ഡ് കാറ്റഗറീസിന് കട്ട് ഓഫ് കുറയാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാത്തിൻ്റെയും കട്ട് ഓഫ് അവിടെയും കുറഞ്ഞു തന്നെ വരും. ഇനി അതേസമയം നിങ്ങൾ ട്രിവാൻഡ്രം കഴിഞ്ഞ സൈക്കിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സൈക്കിൾ അവിടെ 76.64 ആയിരുന്നു. എന്ന് വെച്ചാൽ അവിടെ ഹയർ കട്ട് ഓഫ് ആയിരുന്നു. ഈ വർഷത്തിലേക്ക് വന്നപ്പോഴേക്കും അത് 75 അല്ലെങ്കിൽ 73 ആയിരുന്നു അല്ലേ, 73.7 ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നമുക്ക് വേരിയേഷൻ കാണുന്നത്. അത് നിങ്ങൾ ഏത് സോണിനെ അപ്ലൈ ചെയ്യുന്നോ അതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഫൈനൽ കട്ട് ഓഫ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോസ് നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. റിജിൻ സാറിൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾ ഏത് സോണിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് സോണിൽ അപ്ലൈ ചെയ്യരുത് എന്നൊക്കെ റിജിൻ സാർ പറയുന്ന വീഡിയോ ഉണ്ട്. നിങ്ങൾ ചാനലിൽ നോക്കിയാൽ കാണാൻ പറ്റും. ആൻഡ് ഇപ്പം അതിൻ്റെ സമയം കഴിഞ്ഞു ഓൾറെഡി. ആപ്ലിക്കേഷൻ വിൻഡോ അടുത്ത സൈക്കിളിലേക്കുള്ളത് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എക്സാം എഴുതി കിട്ടിയവർക്ക് ഓൾറെഡി വെരി വെരി ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. സോ ഇനി നിങ്ങളുടെ മുമ്പിൽ 2 സ്റ്റെപ്സ് ആണ് വരുന്നത്. നമ്മുടെ ഗോൾഡ് ബാച്ചസിലെ കാൻഡിഡേറ്റ്സും ക്ലിയർ ചെയ്തിട്ടുണ്ട്, അവരുടെ ഡീറ്റെയിൽസ് കിട്ടി വരുന്നേ ഉള്ളൂ. നമുക്ക് കുറച്ച് റിസൾട്ട് ഷുവർ ആയിട്ട് വന്നിട്ടുണ്ട്, ബാക്കിയുള്ള നമ്മൾ ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ. അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ് നമ്മൾ പുറകെ പറയുന്നതായിരിക്കും. അപ്പോൾ ക്ലിയർ ചെയ്തവർക്ക് മുന്നിൽ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ CBT 2 ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ 2 ടെസ്റ്റുകളാണ് ഉണ്ടാവുക. അത് നിങ്ങൾ അപ്ലൈ ചെയ്ത പോസ്റ്റ് അനുസരിച്ചിട്ടാണ്. അതിൽ ഒന്ന് CBAT ആണ്, സ്റ്റേറ്റ്
സ്റ്റേഷൻ മാസ്റ്റർ പോലെയുള്ള പോസ്റ്റുകളിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ CBAT നിങ്ങൾ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ CBAT എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നാളും എഴുതിയതുപോലെ ഉള്ള ഒരു നിങ്ങളുടെ ഒരു സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് അല്ല, ഇതൊരു സൈക്കോമെട്രിക് ടെസ്റ്റാണ്. അപ്പോൾ ഇതിൽ പല ബാറ്ററീസ് ആണ് അതിന് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു പല ഡിവിഷൻസ് വരുന്നുണ്ട്. സോ കൂടുതലും സൈക്കോമെട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, സ്പേഷ്യൽ എബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഈ ഓരോന്നിലും നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ക്ലിയർ ചെയ്യണം. പക്ഷേ നിങ്ങളിവിടെ പേടിക്കേണ്ട, കാരണം ഇതിന് ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. സാധാരണ CBT 1-നും CBT 2-നും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരുന്നു, എന്നാൽ CBATയിൽ ഒരു നെഗറ്റീവ് മാർക്കിങ്ങും വരുന്നില്ല. ഇനി നിങ്ങൾ CBT എഴുതുന്ന പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്തതെങ്കിൽ നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്ന സമയത്ത് CBATയുടെ മാർക്കും CBT 2-ൻ്റെ മാർക്കും മാത്രമാണ് യൂസ് ചെയ്യുള്ളൂ. CBT 1-ൻ്റെ മാർക്ക് ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. സോ അത് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരില്ല. ഓക്കെ, സോ CBATയുടെ മാർക്ക് ഒരു 30%ഉം CBT 2-ൻ്റെ മാർക്ക് 70%ഉം ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന പോസ്റ്റ് ഒരു മേ ബി സീനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റൊക്കെ പോലെയുള്ള ഒരു ക്ലറിക്കൽ പോസ്റ്റോ അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് പോസ്റ്റോ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് CBATൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ടൈപ്പിംഗ് ടെസ്റ്റിന് അപ്ലൈ ഓൾറെഡി നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. സോ അതുമായിട്ട് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് മാത്രം നിങ്ങൾ നോക്കുക. ഓക്കെ, സോ അപ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നോ അതനുസരിച്ചിട്ടല്ല മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. ടൈപ്പിംഗ് ടെസ്റ്റിൽ നിങ്ങൾ ക്വാളിഫൈ ആവുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ, 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1,00,000-ൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് അക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. അത് നിങ്ങൾ പാസ് ആവുക, അത് മാത്രമേ ഉള്ളൂ. ഇതിൽ കുറേ മാർക്ക് കിട്ടിയാൽ അവിടെ നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ മാർക്ക് കൂടും എന്നിങ്ങനെയല്ല. ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അപ്പോൾ വീണ്ടും ഇവിടെ CBT 2-ൻ്റെ മാർക്ക് ബേസ്ഡ് ചെയ്തിട്ടാണ് വരുന്നത്, ടൈപ്പിംഗ് ടെസ്റ്റിൻ്റെ മാർക്ക് ബേസ്ഡ് ആയിട്ടല്ല. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാനിവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ 30 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഹിന്ദിയിലാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ 25 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. അപ്പോൾ അതിന് ഇഷ്ടം പോലെ ഓൺലൈൻ ആയിട്ടുള്ള ടൂൾസ് അവൈലബിൾ ആണ്, സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ നിങ്ങളിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഇതാണ്. ഇനി അതല്ല, ഇത്തവണ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ ഒരു വിഷമം നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നമ്മുടെ റെയിൽവേ കാലണ്ടർ ഓൾറെഡി വന്നല്ലോ. സോ കഴിഞ്ഞ വർഷവും റെയിൽവേ കാലണ്ടർ വന്നു, ഈ വർഷവും അതുപോലെ തന്നെ റെയിൽവേയുടെ പുതിയ കാലണ്ടർ വന്നിട്ടുണ്ട്. സോ അത് പ്രകാരം അടുത്ത RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ ജൂലൈയിൽ റിലീസാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ പറയുന്നത് 2025-ൻ്റെ നോട്ടിഫിക്കേഷൻ അല്ല, 2026-ൽ നോട്ടിഫിക്കേഷൻ വന്ന് 2027-ൽ നടക്കാൻ പോകുന്ന പരീക്ഷയുടെ കാര്യമാണ്. പല കോമൻസിലും പലർക്കും കൺഫ്യൂഷൻ ആയിട്ട് കണ്ടു, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ഇപ്പം നടക്കാൻ പോകുന്നത് 2025 നവംബർ 27-ന് ആപ്ലിക്കേഷൻ ക്ലോസ് ആയത് 2025 RRB NTPC ആണ്. അതിൻ്റെ എക്സാം ഇനിയും നടന്നിട്ടില്ല. സോ അതിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞ എക്സാമിൻ്റെ ഒക്കെ ഒരു സൈക്കിൾ വെച്ച് നോക്കുമ്പം ഏകദേശം ജൂണിൽ നടക്കുമെന്നാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. പക്ഷേ NTPCനെ പറ്റി കേട്ടിട്ടില്ലാത്ത ആൾക്കാർ, ആദ്യമായിട്ട് ഇതിനെപ്പറ്റി അറിയുന്നവർക്ക് വേണ്ടി പറയുകയാണ്, ആ എക്സാമിന്, അതായത് 2025 നവംബർ 27-ൽ ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ആയ എക്സാമിന് ആപ്ലിക്കേഷൻ വിൻഡോ ഓൾറെഡി കഴിഞ്ഞു. അതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അടുത്ത കാലണ്ടർ ഇനിയും വരുന്നുണ്ട്. ഓക്കെ, അടുത്ത കാലണ്ടർ പ്രകാരം, അടുത്ത എക്സാം ഇനിയും വരുന്നുണ്ട്. കാലണ്ടർ പ്രകാരം ജൂലൈ 2026-ൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അതിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത് 2027 ബിഗിനിങ്ങിലായിരിക്കും, മാർച്ച് ഏപ്രിൽ ആ ടൈമിലായിരിക്കും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം വന്നിരിക്കുന്ന റിസൾട്ട് കഴിഞ്ഞ സൈക്കിളിൻ്റേതാണ്. സോ സെപ്റ്റംബർ പകുതിയിൽ റിസൾട്ട് വന്നു. ഒക്ടോബർ 13-ന് CBT 2, അതായത് CBT 1-ൻ്റെ റിസൾട്ട് സെപ്റ്റംബർ പകുതി വന്നു. പിന്നെ
CBT 2 നടന്നത് ഒക്ടോബർ 13-നാണെന്ന് തോന്നുന്നു. അതിനുശേഷം ഇപ്പോൾ ഡിസംബർ 15 ആയപ്പോഴേക്കും CBT 2-ൻ്റെ റിസൾട്ടും വന്നു. അപ്പോൾ ഇനി CBAT അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ്, അപ്പോൾ എല്ലാം ഒറ്റയടിക്ക് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ മൊത്തം പ്രൊസീജിയറും ഫിനിഷ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സുകളൊക്കെ ഒത്തിരി ഫാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ചാൻസാണ്. റെയിൽവേ ഒരിക്കലും വിളിക്കില്ല, വിളിച്ചാൽ തന്നെ അവർ ജോലിക്ക് എടുക്കില്ല എന്നൊക്കെ പറയുന്നവരോട് ഞാൻ പറയുകയാണ്, ഇനി നിങ്ങളുടെ കയ്യിലാണ് ഇതിൻ്റെ ചാൻസ് ഉള്ളത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. RRB NTPCയും ഗ്രൂപ്പ് ഡിയും ഒക്കെ അടുത്ത വർഷവും ഇനിയും വിളിക്കുന്നുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഒരു പ്ലാനോടുകൂടി നല്ലൊരു സ്ട്രാറ്റജിയിൽ ജോലി നിങ്ങൾക്ക് വേണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലി നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനുള്ള എല്ലാ ഹെൽപ്പുമായിട്ട് എൻട്രി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സോ നമുക്ക് RRB NTPCയുടെ ഒരു സൂപ്പർ 30 ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൂപ്പർ 30ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബാച്ചിലാകെ 30 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്തുമാത്രം പഠിക്കുന്നു, നിങ്ങൾ പിന്നിലേക്ക് പോകുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻഡിവിജ്വലി സൂപ്പർവൈസ് ചെയ്യുന്ന മെൻറ്റേഴ്സും ടീച്ചേഴ്സുമാണ് നിങ്ങൾക്കുള്ളത്. നമ്മുടെ മെൻറ്റേഴ്സ് എല്ലാം തന്നെ ഹൈലി ക്വാളിഫൈഡ് ആണ്. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ അപ്പം തന്നെ തീർത്തു തരാൻ പറ്റുന്ന കഴിവുള്ള മെൻറ്റേഴ്സാണ്. നമ്മുടെ റെക്കോർഡ് ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ലൈവ് ക്ലാസ്സസ് ഒക്കെ നിങ്ങളുടെ കൺവീനിയൻസിനാണ്. എല്ലാം തന്നെ വരുന്നത് നൈറ്റ് ടൈമിലാണ്. വർക്കിംഗ് പ്രൊഫഷണൽസിനെയും പഠിക്കുന്നവരെയും ഒക്കെ മുന്നിൽ കണ്ട് നൈറ്റ് ടൈംസിലാണ് നമ്മളുടെ ലൈവ് ക്ലാസ്സസ് എല്ലാം വരുന്നത്. അതുകൂടാതെ തന്നെ എക്സാം പോലെ തന്നെ വരുന്ന മോക്ക് ടെസ്റ്റുകളും ആൻഡ് ലൈവ് ക്വിസുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം ഒരു സൂപ്പർ 30യുടെ ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ സൂപ്പർ 30 ബാച്ചിൽ ഉണ്ടായിരുന്ന കുട്ടികളാണ്. NTPCയുടെ ഫസ്റ്റ് സ്റ്റേജ് റിസൾട്ട് വന്നപ്പോൾ കുറേ പേര് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം സെക്കൻഡ് സ്റ്റേജിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് കുറച്ച് പേരുടെയൊക്കെ റിസൾട്ട് കിട്ടി, ബാക്കി ഫൈനലൈസ് ആയിട്ടില്ല. അത് വരുന്ന സമയത്ത് നമ്മൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. സോ ഈ ബാച്ച് സൂപ്പർ 30യുടെ കഴിഞ്ഞ ബാച്ചിൽ നിന്നുള്ള കുട്ടികൾക്കാണ് ഇത്തവണ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡിസംബറിൽ ഒരു സ്പെഷ്യൽ ഓഫറും കൂടി വരുന്നുണ്ട്. നമ്മുടെ ഫ്യൂച്ചർ ഫെസ്റ്റ് നടക്കുന്നത് കാരണം ഈ കോഴ്സുകൾക്കെല്ലാം അപ് ടു 40% ആണ് നമ്മൾ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഡിസ്കൗണ്ട് ഈ മാസം ഈ സമയത്ത് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് ഇതുപോലത്തെ ഡിസ്കൗണ്ട് വേണമെങ്കിൽ അടുത്ത വർഷം ഡിസംബർ ആവണം. ഓക്കെ, സോ മാത്രമല്ല 3 ലക്കി യൂസേഴ്സിന് നമ്മൾ അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ യൂസേഴ്സിനും വാട്സാപ്പ് സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരൊറ്റ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ കോമൻസ് ആയിട്ട് എഴുതി ചോദിക്കാം. അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതിലൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി ചോദിക്കാം. ഇനി ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളൊക്കെ മിസ് ആവാതിരിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്തിടുക. ഇല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് പലതും വരും, നിങ്ങൾ അറിയാതെ പോകും, ഒത്തിരി ചാൻസ് മിസ്സായി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Thank you so much for watching.